രാമായണ ക്വിസ് യുദ്ധകാണ്ഡം. രാമായണത്തിലെ ആറാമത്തെ കാണ്ഡം ഏതാണ്? യുദ്ധകാണ്ഡം. ശ്രീരാമനും വാനരസേനയും ലങ്കയിലേക്ക് പോകുന്നതിനു മുന്നിൽ ഉണ്ടായിരുന്ന പ്രധാന തടസ്സം എന്തായിരുന്നു? സമുദ്രം. സമുദ്രം കടക്കുന്നതിനായി വാനരസേന നിർമ്മിച്ച പാലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സേതുബന്ധനം, രാമസേതു. രാമസേതു നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വാനരൻ ആര്? നളൻ. പാലം നിർമ്മിക്കുന്നതിനു മുമ്പ് ശ്രീരാമൻ ആരോടാണ് സമുദ്രം കടക്കാൻ വഴി നൽകണമെന്ന് പ്രാർത്ഥിച്ചത്? സമുദ്രദേവനോട്. സമുദ്രദേവൻ ശ്രീരാമന് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? നളന്റെ നേതൃത്വത്തിൽ സമുദ്രത്തിന് മുകളിൽ പാലം നിർമ്മിച്ച് വാനരസേനയ്ക്ക് ലങ്കയിലേക്ക് പോകാമെന്ന് സമുദ്രദേവൻ നിർദ്ദേശിച്ചു. രാമായണത്തിൽ രാമസേതു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ നളൻ ആരുടെ പുത്രനാണ്? വിശ്വകർമാവ്. ദേവശില്പിയായ വിശ്വകർമാവിന്റെ മകനാണ് നളൻ. നളന്റെ നേതൃത്വത്തിൽ വാനരന്മാർ എങ്ങനെയാണ് പാലം നിർമ്മിച്ചത്? വലിയ മരങ്ങളും പാറകളും പർവ്വതശിലകളും സമുദ്രത്തിൽ നിക്ഷേപിച്ചാണ് പാലം നിർമ്മിച്ചത്. യുദ്ധത്തിനായി സമുദ്രം കടന്ന് ലങ്കയിലെത്തിയ ശ്രീരാമനും വാനരപ്പടയും ലങ്കയെ നിരീക്ഷിക്കാനായി ഏത് പർവ്വതത്തിലാണ് താവളമടിച്ചത്? സുവേല പർവ്വതം. യുദ്ധം ഒഴിവാക്കി സീതയെ ശ്രീരാമന് തിരിച്ചു നൽകണമെന്ന് രാവണനോട് ഉപദേശിച്ച സഹോദരൻ ആര്? വിഭീഷണൻ. തന്റെ ഉപദേശങ്ങൾ രാവണൻ നിരാകരിക്കുകയും ലങ്കയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതിനെ തുടർന്ന് വിഭീഷണൻ ആരുടെ അഭയമാണ് തേടിയത്? ശ്രീരാമന്റെ. രാവണനോട് അവസാനമായി സീതയെ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീരാമന്റെ ദൂതനായി ലങ്കയിലെത്തിയത് ആര്? അംഗദൻ. രാവണൻ അംഗദന്റെ സന്ദേശം സ്വീകരിച്ചോ? ഇല്ല. ലങ്കയിലെ യുദ്ധത്തിൽ ശ്രീരാമന്റെ പക്ഷത്ത് പ്രധാനമായും ആരൊക്കെയാണ് യുദ്ധം ചെയ്തത്? ലക്ഷ്മണൻ, ഹനുമാൻ, സുഗ്രീവൻ, അംഗദൻ, ജാംബവാൻ, നളൻ, നീലൻ തുടങ്ങിയ വാനരവീരന്മാരും വിഭീഷണനും. രാവണന്റെ പക്ഷത്ത് പ്രധാനമായും ആരൊക്കെയാണ് യുദ്ധം ചെയ്തത്? ഇന്ദ്രജിത്ത്, കുംഭകർണൻ, പ്രഹസ്തൻ, അതികായൻ തുടങ്ങിയ രാക്ഷസവീരന്മാർ. യുദ്ധത്തിൽ വാനരസേനയുടെ പ്രധാന ആയുധങ്ങൾ എന്തായിരുന്നു? മരങ്ങൾ, പാറകൾ, പർവ്വതശിലകൾ തുടങ്ങിയവ. രാവണന്റെ ഏറ്റവും ശക്തനായ പുത്രൻ ആര്? ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിന്റെ മറ്റൊരു പേര് എന്താണ്? മേഘനാഥൻ. ഇന്ദ്രജിത്തിന്റെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു? മായായുദ്ധത്തിലും
ദിവ്യാസ്ത്ര പ്രയോഗത്തിലും അതീവ പ്രാവീണ്യമുള്ള യോദ്ധാവായിരുന്നു. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് വായുവിൽ മറഞ്ഞുനിന്ന് മന്ത്രശക്തിയുള്ള ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് രാമനെയും ലക്ഷ്മണനെയും കെട്ടിയിട്ട് വീഴ്ത്തിയത്? നാഗാസ്ത്രം. ഇന്ദ്രജിത്ത് പ്രയോഗിച്ച നാഗാസ്ത്രം ഏറ്റ് ബോധരഹിതരായ ശ്രീരാമനെയും ലക്ഷ്മണനെയും വള്ളി പോലെ വരിഞ്ഞു മുറുകിയ പാമ്പുകളിൽ നിന്ന് മോചിപ്പിച്ചു രക്ഷിച്ചത് ആരാണ്? ഗരുഡൻ. രാമായണ യുദ്ധത്തിൽ വാനരപ്പടയെ നേരിടാൻ രാവണൻ വളരെ ബുദ്ധിമുട്ടി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയ അദ്ദേഹത്തിന്റെ ഭീമാകാരനായ സഹോദരൻ ആര്? കുംഭകർണൻ. വാനരപ്പടയെ ഭയപ്പെടുത്തുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത കുംഭകർണനെ യുദ്ധത്തിൽ വധിച്ചത് ആരാണ്? ശ്രീരാമൻ. ലക്ഷ്മണനുമായി നടന്ന കടുത്ത യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് പ്രയോഗിച്ച ഏത് മാരകായുധമാണ് ലക്ഷ്മണന്റെ നെഞ്ചിൽ തറച്ച് അദ്ദേഹത്തെ മരണകയത്തിലേക്ക് തള്ളിയിട്ടത്? ശക്തി ആയുധം. ഇന്ദ്രജിത്തിന്റെ ശക്തി ആയുധമേറ്റ് വീണ ലക്ഷ്മണനെ പരിശോധിച്ച് ജീവൻ രക്ഷിക്കാൻ ഹിമാലയത്തിലെ ഔഷധങ്ങൾ വേണമെന്ന് നിർദ്ദേശിച്ച ലങ്കയിലെ പ്രശസ്തനായ വൈദ്യൻ ആര്? സുഷേണൻ. ലക്ഷ്മണനെ രക്ഷിക്കുന്നതിനായി ആവശ്യമായ ഔഷധങ്ങൾ കൊണ്ടുവരാൻ സുഷേണൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ഹനുമാനെ. ലക്ഷ്മണനെ രക്ഷിക്കാൻ ഹനുമാൻ കൊണ്ടുവരേണ്ടിയിരുന്ന പ്രധാന ഔഷധം ഏതാണ്? മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷിക്കുന്ന ഔഷധങ്ങൾ തേടി ഹനുമാൻ ഏത് പർവ്വതത്തിലേക്കാണ് പോയത്? ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതത്തിലേക്കാണ്. ആവശ്യമായ ഔഷധം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ ഹനുമാൻ എന്താണ് ചെയ്തത്? പർവ്വതം തന്നെ പിഴുതെടുത്ത് ലങ്കയിലേക്ക് കൊണ്ടുവന്നു. സുഖം പ്രാപിച്ച ശേഷം വീണ്ടും യുദ്ധരംഗത്തിറങ്ങിയ ലക്ഷ്മണൻ പിന്നീട് ആരെയാണ് നേരിട്ടുള്ള യുദ്ധത്തിൽ വധിച്ചത്? ഇന്ദ്രജിത്തിനെ. ലക്ഷ്മണനെ ശക്തിയേറ്റ് വീഴ്ത്തിയ ശേഷം യുദ്ധത്തിൽ തനിക്ക് അമരത്വം ലഭിക്കുന്നതിനായി ഇന്ദ്രജിത്ത് ലങ്കയിലെ ഏത് രഹസ്യ സ്ഥലത്തു വെച്ചാണ് യാഗം നടത്താൻ തീരുമാനിച്ചത്? നികുംബിലയിൽ. ഇന്ദ്രജിത്തിന്റെ യാഗത്തെക്കുറിച്ചുള്ള വിവരം ശ്രീരാമനെയും ലക്ഷ്മണനെയും അറിയിച്ചത് ആര്? വിഭീഷണൻ. ഇന്ദ്രജിത്തിനെ വധിക്കാൻ ലക്ഷ്മണൻ പ്രയോഗിച്ച പ്രധാന അസ്ത്രം ഏതാണ്? ഇന്ദ്രാസ്ത്രം. ലക്ഷ്മണന്റെ കൈകളാൽ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? നികുംബിലയിൽ വെച്ച്. ഇന്ദ്രജിത്തിനെ വധിക്കാൻ ലക്ഷ്മണനെ സഹായിച്ച പ്രധാന വ്യക്തി ആര്? വിഭീഷണൻ. ഇന്ദ്രജിത്തിന്റെ വധത്തിന് ശേഷം യുദ്ധത്തിൽ അടുത്തതായി ശ്രീരാമൻ നേരിടേണ്ടി വന്നത് ആരെയായിരുന്നു? രാവണനെ. ശ്രീരാമന് രാവണനെ വധിക്കുന്നതിന് മുമ്പ് യുദ്ധഭൂമിയിൽ ആത്മവിശ്വാസം നൽകുന്ന ഉപദേശം നൽകിയ മഹർഷി ആര്? അഗസ്ത്യ മഹർഷി. അഗസ്ത്യ മഹർഷി ശ്രീരാമന് ഉപദേശിച്ച സ്തോത്രം ഏത്? ആദിത്യ ഹൃദയം.
ദേവേന്ദ്രൻ തൻ്റെ തേരാളിയായ മാതലിയോടൊപ്പം ശ്രീരാമന് അയച്ചുകൊടുത്ത ദിവ്യരഥം ഏതാണ്? ഇന്ദ്രരഥം. എന്തുകൊണ്ടാണ് ഇന്ദ്രൻ ശ്രീരാമന് ഇന്ദ്രരഥം അയച്ചത്? രാവണൻ രഥത്തിലിരുന്നും ശ്രീരാമൻ നിലത്തുനിന്നും യുദ്ധം ചെയ്യുന്നത് കണ്ടതിനാൽ രാമന് തുല്യമായ സൗകര്യത്തോടെ യുദ്ധം ചെയ്യാനും രാവണനെ നേരിടാനും സഹായിക്കാനാണ് ഇന്ദ്രൻ തൻ്റെ ദിവ്യരഥം അയച്ചത്. രാവണന്റെ തലകൾ വെട്ടിയിട്ടും വീണ്ടും മുളച്ചു വന്നപ്പോൾ ഒടുവിൽ രാവണന്റെ നാഭിയെ ലക്ഷ്യമാക്കി ശ്രീരാമൻ പ്രയോഗിച്ച ഏത് ദിവ്യാസ്ത്രമാണ് രാവണനെ വധിക്കാൻ സഹായിച്ചത്? ബ്രഹ്മാസ്ത്രം. രാവണവധത്തിനു ശേഷം ലങ്കയുടെ രാജാവായി ശ്രീരാമൻ ആരെയാണ് അഭിഷേകം ചെയ്തത്? വിഭീഷണനെ. രാവണവധത്തിനു ശേഷം സീതയെ ശ്രീരാമന്റെ സന്നിധിയിൽ കൊണ്ടുവന്നത് ആര്? വിഭീഷണൻ. യുദ്ധത്തിൽ വിജയിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത ശേഷം എല്ലാവർക്കും ഒന്നിച്ച് അയോധ്യയിലേക്ക് വേഗത്തിൽ മടങ്ങാൻ വിഭീഷണൻ നൽകിയ ആകാശവിമാനം ഏതായിരുന്നു? പുഷ്പക വിമാനം. ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ ആരെയാണ് കണ്ടുമുട്ടിയത്? ഭരതനെ. ശ്രീരാമൻ പറഞ്ഞ സമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് നന്ദിഗ്രാമത്തിൽ കാത്തിരുന്ന ഭരതനെ ശ്രീരാമന്റെ തിരിച്ചുവരവ് മുൻകൂട്ടി അറിയിക്കാൻ ആരെയാണ് ദൂതനായി അയച്ചത്? ഹനുമാനെ. ശ്രീരാമന്റെ തിരിച്ചുവരവിന് ശേഷം അയോധ്യയിൽ നടന്ന പ്രധാന ചടങ്ങ് ഏത്? ശ്രീരാമന്റെ പട്ടാഭിഷേകം. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിന്റെ അവസാനത്തിൽ പ്രധാനമായി വിവരിക്കുന്ന സംഭവം ഏതാണ്? ശ്രീരാമന്റെ പട്ടാഭിഷേകമാണ് യുദ്ധകാണ്ഡത്തിന്റെ അവസാനത്തിലെ പ്രധാന സംഭവം.